പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്നെ ലൈവിലൂടെ വീക്ഷിക്കുവാൻ സാധിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ദൈവം സഹായിക്കുമാറാവട്ടെ. ഏതൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ റിജു അവരോടുള്ള നന്ദിയെ ഞങ്ങൾ ആദ്യമേ ഈ ധരണത്തിൽ അറിയിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. നമ്മൾക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം യഥാർത്ഥമായി രുചിച്ചേർന്നായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും അവസരങ്ങൾ ഒരുക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൈവിൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുവാൻ സാധിക്കുമായിരുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്കിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ യോഗം ഇവിടെ ആരംഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മുൻപാകെ ഒരിക്കൽ കൂടി കർത്താവെ ഫേസ്ബുക്ക് ലൈവിലൂടെ കടന്നു വരുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ ഭാഗ്യത്തിനും സാവകാശത്തിനുമായ കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞുപോയ പകലിന്റെ വേള മുഴുവൻ കർത്താവ് ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. ആപത്തൊന്നർത്ഥം ഒന്നും വരാതെ വണ്ണം കർത്താവ് ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ വലിയ കരുതലിനും കൃപയ്ക്ക് സ്നേഹത്തിനുമായി കർത്താവ് അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങേക്ക് വേണ്ടി പാടുവാനും കർത്താവെ അങ്ങേക്ക് വേണ്ടി കർത്താവ് വചനങ്ങളെ സംസാരിക്കുവാനും അങ്ങ് ഞങ്ങളെ ഇന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ഇന്നിവിടെ ഉയരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ സംസാരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവെ പാസ്റ്റർ സാജിമോൻ അവരുടെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ കേൾക്കുവാൻ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ ഒരുക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്മേലും ദൈവത്തിന്റെ സാന്നിധ്യം ആദിയോടന്തം കർത്താവെ അത് രുചിച്ചറിഞ്ഞ് ആയിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നാട്ട്. എല്ലാ മാനവും മഹത്വന്റെ ദൈവത്തിന് സമർപ്പിക്കുന്നു. സകലവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കാം. നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുള്ള ഗാനങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ ഞങ്ങളെ എഴുതി അറിയിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് ഇവിടെ പാടുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ നാമം ഉയരുവാൻ അതിലൂടെ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ഉയർത്തുവാൻ ഞങ്ങൾക്കൊട്ടും മടിയില്ല. കർത്താവിന് വേണ്ടി പാടുവാൻ ഞങ്ങൾക്കൊട്ടും മടിയില്ല. ഞങ്ങൾ ഈ നാളുകളിൽ വിവിധ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ഈ സമയം ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അതിനാൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആദ്യത്തെ ഗാനം ഇങ്ങനെ പാടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിന് യഹോവായെ, പാടുമേ നിൻ ദയയെ ദിനവും പാരിടത്തിൽ ഈ യാത്രയതിൽ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യുവാനും കർത്താവിന് സ്തുതികളെ അർപ്പിക്കുവാനും കർത്താവിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാനും ആയിട്ടാണ്. ആ കർത്താവിന് നമ്മൾ സ്തുതി സ്തോത്രങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. പാടുമേ നിൻ ദയയെ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ. പാടുമേ നിൻ ദയയെ ദിനവും പാരിടത്തിൽ എൻ യാത്രയതിൽ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. പരദേശിയ ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. പരദേശിയ ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാ. ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായോടുന്നു. എന്റെ ആശ്രയം നിന്നിലെന്നുമുള്ളതാൻ. ക്ലേശങ്ങൾ മറന്നു ഞാൻ വിരുദിനായോടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിധി. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിധി. എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കാൻ. എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കാൻ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ. പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ. വിശ്വാസനായക നിന്നെ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായോടുന്നു.
വിശ്വാസനായക നിന്നിൽ മാത്രം നോക്കി ഞാൻ വിശ്രമമില്ലാതെ വിരുദിനായോടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ സർവമഹത്വത്തിനെ യഹോവായേ. Praise the Lord. Hallelujah. Thank you, Jesus. കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കാം, കർത്താവിനെ വാഴ്ത്താം, കർത്താവിനെ വാഴ്ത്തിപ്പാടാം. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹിംസ് വോയിസിന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് ജസ്വിൻ ജോൺ സജി. ഇതെന്റെ സഹോദരി ജെനിഫർ സാറ സജി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ് നിങ്ങളുടെ മുന്നിൽ ലൈവിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം ഞങ്ങളെ ഈ ലൈവിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ റിജു അവരോടുള്ള ഞങ്ങളുടെ നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രൈസ് ദി ലോർഡ്. റിക്വസ്റ്റിലൂടെ ഗാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഹിംസ് വോയിസ് എന്ന ഫേസ്ബുക്ക് പേജിലും ഞാൻ പ്രോഗ്രാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ സുസമ്മ ജോൺ പ്രിയാന്റെ ഒരു ഗാനം പാടുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ള ആശ്രയമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശാ ഗീതമാണ്. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റുകൾ ഇടാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ കമന്റിലൂടെ ഇടുന്ന ഗാനങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന ഗാനമാണെങ്കിൽ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങളത് ഇവിടെ ആലപിക്കും. നിങ്ങൾക്കത് സന്തോഷമുളവാക്കുന്നുവെങ്കിൽ അത് ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹല്ലേലൂയ. Praise the Lord. സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരുവേദിയിൽ അതികുതുകാരുന്നു ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തേരുവേദിയിൽ അതികുതുകാരുന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. ഇന്നു ഞാൻ ചേർന്നിടുമോ. മനസ്സുതരെ ഇന്നു ഞാൻ ചേർന്നിടുമോ.
പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? ഉള്ള 12 ഗോപുരമേ, ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ട് ആനന്ദിപ്പാൻ മമ കണ്ണുകൾ ആരം കൊതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ട് ആനന്ദിപ്പാൻ മമ കണ്ണുകൾ ആരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? പരസുതനെയുന്നു ഞാൻ ചേർന്നിടുമോ? Praise the Lord. Hallelujah. സന്തോഷമുള്ളവർക്ക് കർത്താവിനെ ഒരിക്കൽ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാമോ? Hallelujah. Praise the Lord. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തെ സജസ്റ്റ് ചെയ്ത പ്രിയ ആന്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഗാനം അത് കമന്റ് ബോക്സിൽ എഴുതിയിടാവുന്നതാണ്. ഞങ്ങൾക്കറിയുന്ന പക്ഷം തീർച്ചയായിട്ടും ദൈവനാമോഹത്തിനായിട്ട് അത് ആലപിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. ഒരു കമന്റ് പോലും ഇതുവരെയായിട്ടും ആ പേജിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഷിൻഡോ പോൾ ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഗാനം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. അറിയാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആ ഗാനം ചേർന്ന് പാടാം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുശക്തിയാ. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. ഭാഷയിലവനെന്നെ ഓർത്തല്ലോ, വേദനയിലെന്നെ താങ്ങിയല്ലോ. താഴ്ചയിലവനെന്നെ ഓർത്തല്ലോ, വേദനയിൽ എന്നെ താങ്ങിയല്ലോ. സ്വർഗരാജ്യത്തുവോളം പാരിൽ നിനക്കായി പാടിയിടും. സ്വർഗരാജ്യത്തുവോളം പാരിൽ നിനക്കായി പാടിയിടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, എൻ ശക്തിയും ബലവും എൻ ദൈവത്തിനായി. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താ. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഗാനത്തെ സജസ്റ്റ് ചെയ്ത പാസ്റ്റർ ഷിൻഡോ ഇപ്പോൾ അവர்களോടെല്ലാം നന്ദി ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഗാനം ഇങ്ങനെ പബ്ലിക്കലി പാടുന്നത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഗാനം. എനിവേ ദൈവം സഹായിച്ചു, ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ വീക്ഷിക്കുന്ന ഹെൻറി പൗലോസ് കർത്താവ് സഹായിക്കട്ടെ. വർഗീസ് ജോയ് ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ആൽബിൻ റെജി ഞങ്ങളെ വീക്ഷിക്കുന്നു. ബ്രദർ വിവേക് ഞങ്ങളെ വീക്ഷിക്കുന്നു. ജോമോൻ കട്ടപ്പന ഞങ്ങളെ വീക്ഷിക്കുന്നു. സാമുവേൽ തോമസ് ഞങ്ങളെ വീക്ഷിക്കുന്നു. എല്ലാവരെയും കർത്താവ് അധികമായിട്ട് പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നും കുറച്ചുകൂടി ഗാനങ്ങൾ കേൾക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുള്ള ഗാനങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ എഴുതി അറിയിക്കുന്ന പക്ഷം ഞങ്ങൾക്കറിയാവുന്ന ഗാനമാണെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും പാടും. അബ്വിയ ലിസ ജോൺ ഞങ്ങളെ വീക്ഷിക്കുന്നു. എന്റെ പ്രിയ സഹോദരിയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കട്ടെ. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ജോർജ് ജോൺ ജോസഫ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയ ജോഷിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം സജസ്റ്റ് ചെയ്തു. താങ്ക് യു ജീസസ്.
മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തെ സജസ്റ്റ് ചെയ്ത പ്രിയ സഹോദരനെ ദൈവം ജോഷിനെ ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ആന്റിയുടെ മകനാണ്. തന്നെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജോമോൻ കട്ടപ്പന അപ്പാവും നീരെ സോങ് പാടാവെന്ന് ചോദിച്ചിരിക്കുന്നു. ക്ഷമിക്കുക ജോമോൻ ബ്രദർ, ഞങ്ങൾക്ക് ആ ഗാനം അറിയത്തില്ല. വേറെ ഗാനം സജസ്റ്റ് ചെയ്യുന്ന പക്ഷം ഞങ്ങൾ അത് പാടുന്നതായിരിക്കും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. അബിയ ലിസ ജോൺ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും, ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ
സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ ഞാൻ ആരാധിച്ചിടാം. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ ഞാൻ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഗാനം ജോമോൻ കട്ടപ്പന ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. കണ്ണിൻ മണി പോലെ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറോട് ചേർക്കുന്ന സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണ് ഈ ഗാനം. ഞാൻ ഒരുപാട് പാടുവാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം. ആ പാട്ട് സജസ്റ്റ് ചെയ്ത പ്രിയ സഹോദരനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പാടാൻ കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല, വൃത്തിയിലെന്നെ വഹിച്ചതീന. ഉള്ളിൻ കുരുക്കതിൽ
കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകിയതീനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകിയതീനാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. Praise the Lord. Hallelujah. തള്ളിക്കളയാതെ ആ മാറോട് ചേർക്കുന്ന ആ പിതാവിനെ നമുക്ക് വീണ്ടും പാടി സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ലൈവിൽ നിന്ന് മടങ്ങി പോകരുത്. അടുത്തായിട്ട് നമ്മൾ വചനം ശ്രവിക്കുവാനായിട്ട് പോകുന്നു. വചന ശുശ്രൂഷയ്ക്ക് ശേഷം വീണ്ടും ദൈവം അനുവദിക്കുന്ന പക്ഷം ഞങ്ങൾ ഗാനങ്ങളെ ചേർന്ന് പാടുന്നതായിരിക്കും. ഇപ്പോൾ എന്നെ വീക്ഷിക്കുവാൻ ഏകദേശം 90 അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും പേർ തന്നെ അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുക. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ സംസാരിക്കുവാൻ പാസ്റ്റർ സാജു മോൻ അവറുകൾ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൂതുകൾ, വെളിപ്പാടുകൾ ഇന്ന് നമ്മോട് അറിയിക്കും. പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്റർ സാജു മോൻ അവറുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യായാമത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളിൽ നിബിഡമായ സങ്കടങ്ങൾ നിറഞ്ഞ, കഷ്ടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മെ അങ്ങിങ്ങായി സർവശക്തന്റെ കരത്തിന്റെ കീഴിൽ വഹിച്ച, ഭുജത്തിൽ വഹിച്ച, നമ്മെ ചേർത്ത് നിർത്തിയ ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവവചനം ശ്രദ്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമുക്ക് ഒരുക്കിയ ദൈവത്തിന്റെ വിലപ്പെട്ട സമയത്തെ ഓർത്ത് നമുക്കെല്ലാവർക്കും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏദൻ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. വിശിഷ്യ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തിയ ഈ മിനിസ്ട്രിയുടെ നേതൃത്വ നിരയിലായിരിക്കുന്ന പാസ്റ്റർ റിജു ആനാവൂർ പാസ്റ്ററുള്ള ബന്ധത്തിൽ ഇവിടെ ഈ പ്രാദേശിക സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന പാസ്റ്റർ സജിമോഹൻ ഫാമിലിയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സ്നേഹാവന്ദനം ഇന്ന് രാത്രി അറിയിക്കുന്നു. ഈ ലൈവിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമുക്കറിയാം 4-5
മാസമായി നമ്മുടെ ആരാധനകൾ മുടങ്ങി. കൊറോണ ആ മഹാമാരിയുള്ള ബന്ധത്തിൽ അനേക ജീവിതങ്ങൾ, ലോകത്തിലെ എല്ലാ മനുഷ്യവർഗവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് നാളെ ഞങ്ങളുടെ ജീവിതാനുഭവം എന്തായിത്തീരുമെന്ന വ്യസനപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ നടുവിലാണ് ഞാനും നിങ്ങളും ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തെ ആരാധിച്ചും മുമ്പോട്ട് പോകുന്നത്. ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ജീവിതവുമായി കോർത്തിണക്കിയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ദൈവം ടച്ച് ചെയ്ത 1-2 വേദഭാഗങ്ങൾ മാത്രം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട പ്രാർത്ഥന ഈ തരുണത്തിൽ ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ പ്രത്യേക കർത്താവിനെ സേവിപ്പാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ ബന്ധത്തിൽ ദൈവവചനം അതെക്കാലത്തും മാറ്റമില്ലാത്ത ഒരു അനുഭവമാണ്. അത് മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ്. അത് മനുഷ്യന്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണ്. അത് മനുഷ്യ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ ഒരാത്മാവിന്റെ അനുഭവമായി മഞ്ഞുപോലൊരു ദൈവ സാന്നിധ്യം ഈ രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1-2 വാക്യവും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് കൊണ്ടാണ് ചുരുങ്ങിയ ചില മിനിറ്റുകൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നത്. അവിടെ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു മരിച്ചടക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന കർത്താവിനോട് കൂടെ നിന്ന സഹോദരിമാരിൽ ചിലർ കല്ലറയ്ക്കൽ വന്നു. നമുക്കറിയാം, യഹൂദ മത സമ്പ്രദായ പ്രകാരം യേശുവിന്റെ ശവശരീരം അടക്കം ചെയ്തു. റോമ ഗവൺമെന്റിന്റെ പ്രത്യേക നിയോഗപ്രകാരം യേശു ഒരിക്കലും ഇനി പുറത്തു വരരുത് എന്നുള്ള പ്രത്യേക ചിന്താഗതിയോടെ, ബോധ്യത്തോടെ ഭരണകർത്താക്കളോട് ഹൃദയത്തിലെടുത്ത തീരുമാനത്തിന്റെ ബന്ധത്തിൽ ഗുഹാമുഖത്ത് വലിയൊരു കല്ല് ഉരുട്ടി വെപ്പാനിടയായിത്തീർന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ കല്ലറയ്ക്കൽ അടുത്തു വന്ന ആ ഗുഹാമുഖത്ത് വന്ന പ്രിയ സഹോദരിമാര് തമ്മിൽ ചോദിക്കുന്ന 1-ാമത്തെ ചോദ്യമാണ്, നമുക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? പ്രൈസലോ, പ്രൈസലോ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നു, പത്മോസിന്റെ ഏകാന്തതയിൽ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. ഒരു വാർത്താ മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ അവിടെ ലഭ്യമല്ല. മനുഷ്യനായിട്ട് ആ ദ്വീപിൽ കർത്താവിന്റെ മകനായ, കർത്താവിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ മാത്രം. അവിടെയും ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് ഓർത്ത് സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴിത്താരയിൽ ചില നാളുകളായി ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നെ അന്വേഷിപ്പാൻ ആരുമില്ല, എന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുവാൻ ആരുമില്ല, എന്നെ ഒന്ന് സ്നേഹത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എന്റെ വേദനയെ അറിയുവാൻ, എന്റെ നഷ്ടങ്ങൾ തിരിച്ചറിയുവാൻ ആരുമില്ല എന്ന് ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ പത്മോസിന്റെ നടുവിൽ ഇറങ്ങി വന്ന മഹാദൈവം ഇന്ന് രാത്രി ഈ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സത്യമായി വിളിച്ചു പറയട്ടെ, നമ്മെ ശക്തീകരിപ്പാൻ നാം ആയിരിക്കുന്ന ഇടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കേ. യോഹന്നാൻ ആത്മദർശനത്തിൽ അവിടെ കാണുകയാണ് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. എന്നാൽ ഭൂമിയിലാട്ടെ സ്വർഗത്തിലാകട്ടെ ഇത് തുറപ്പാൻ യോഗ്യന്മാരായ ആരെയും അല്ല എങ്കിൽ ഈ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കുവാൻ യോഗ്യതയുള്ള, കഴിവുള്ള, പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയെയും കാണാതെ യോഹന്നാൻ കരയുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി
മുമ്പോട്ട് പോകുവാൻ കഴിവില്ലാതെ പ്രതിസന്ധിയുടെ നടുവില് എന്റെ ഈ പരിതസ്ഥിതി എങ്ങനെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഭാരപ്പെട്ട് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ ആലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറുകയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാനും നിങ്ങളിൽ ഒരുവനായി നിന്ന് ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുന്നു. കൊറോണ വന്ന് മനുഷ്യന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും അടർത്തി മാറ്റി. ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ ഡീപ്പായി അടഞ്ഞ് വഴികൾ, മുഖാന്തരങ്ങൾ, തൊഴിലുകൾ, വരുമാനങ്ങളെല്ലാം അതിനോട് ചേർന്ന എല്ലാ ആക്ടിവിറ്റികളും ഓരോ മാസം കഴിയവേ കട്ട് ചെയ്ത് വരവേ ഇന്ന് രാത്രി ഭാരപ്പെടുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരെ, നിങ്ങളിൽ ഒരുവനായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കിതാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊറോണ മാറിപ്പോകട്ടെ. കൊറോണ വന്നതോ വരാത്തതോ അല്ല വിഷയം. നമ്മുടെ കർത്താവിന്റെ ശക്തിക്ക്, മഹത്വത്തിന്, അവന്റെ ബലത്തിന് ഇന്നും കുറവില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർക്കണമേ. ഞാൻ നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം ഏതാകട്ടെ, അതിന്റെ നടുവിൽ എന്റെ ദൈവം ശക്തനെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത്, പോയ നാളില് ഹാലലി കൊറോണ വൈറസ് ലോകത്ത് വരുന്നതിന് മുമ്പേ നമ്മുടെ കൂടാരങ്ങളിൽ ഞാനും നിങ്ങളും പാർത്ത് അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ഹാലലി വേദനപ്പെട്ട രാത്രിയിലൂടെ കടന്നുപോയപ്പോൾ, കണ്ണുനീർ ധാരധാരായി ഒഴുക്കിയ പകലും രാത്രി നമ്മളെ അഭിമുഖീകരിച്ചപ്പോൾ മറ്റാരും അറിയാതെ നമ്മുടെ ചാരത്ത് വന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളതിനാൽ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സത്യ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്. ലോകത്തിലെ ഈ മാരക ശക്തികൾക്കോ ഏതെങ്കിലും സാങ്കേതികത്വം അവകാശപ്പെടുവാനുള്ള വൻകിട രാജ്യങ്ങൾക്കോ അധികാരങ്ങൾക്കോ അടിയറ വെക്കുവാൻ കഴിവുള്ളവനല്ല നമ്മുടെ ദൈവം. അവരുടെ മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള, പ്രതിസന്ധികളുടെ മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ആ മഹാദൈവത്തെയാണ് ഞാൻ നിങ്ങളും പിൻപറ്റുന്നത്. ഇന്ന് രാത്രി തുടർന്നുള്ള വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നു, മോശയുടെ ജനനത്തിക്കൽ ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊന്നുകളയണമെന്നുള്ള രാജകൽപ്പന, നീചമായൊരു രാജകൽപ്പന ഉണ്ടായിരുന്നതിന്റെ നടുവിലാണ് മോശയുടെ ജനനം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. മോശയുടെ മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെട്ടു കുഞ്ഞിനെ സ്നേഹിച്ചു 3 മാസം അടക്കി വളർത്തുവാൻ, ഒതുക്കി വളർത്തുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ പറയുകയാണ്, 3 മാസം കഴിഞ്ഞപ്പോൾ അതിനെ ഒളിപ്പിക്കാൻ സാധ്യമായില്ല, അടക്കി വെക്കുവാൻ സാധ്യമായില്ല. നിന്റെ അകത്ത് ഈ കൊറോണ കാലത്തും അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, രാജാഭിഷേകം തലയിൽ വീണ ദൈവവൈതലേ, നിന്റെ അകത്തുള്ള ശക്തി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ രോഗത്തിന്റെ മതിൽക്കെട്ടുകൾക്കോ സാമ്പത്തിക തകർച്ചയ്ക്കോ അതിനെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി അധിവസിക്കുന്ന ദൈവ, ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ അവയേക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രി ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരുടെ നടുവിൽ പ്രവർത്തിച്ച ദൈവ, മോശെ ഉയർത്തിയ ദൈവ നമ്മുടെ ദൈവമാകയാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ നമുക്ക് ഈ ദൈവത്തിനെ കൈക്കൊള്ളുവാനിടയായി തീരട്ടെ. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിച്ചു, യേശുവിനെ സ്നേഹിച്ച, യേശുവിന്റെ ഉപദേശങ്ങളോട് ചേർന്ന് നിന്ന സഹോദരിമാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ വന്ന് അവര് തമ്മിൽ പറയുന്നു, ഈ കല്ല്, ഈ പ്രതിസന്ധി ആർ നമുക്ക് വേണ്ടി മാറ്റിത്തരൂ? ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥനയോടെ ഈ ദൈവവചനം സ്വീകരിക്കുന്ന ദൈവവൈതലേ, നമുക്ക് പലപ്പോഴും പറയാം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തില് അത് തീർക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമ്മുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്താൽ ഒരു പരിധിവരെ മാത്രമേ അതിന് പരിഹാരം കിട്ടുകയുള്ളൂ. പരിഹാരകനായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ അനുഭവത്തിൽ പറയുകയാണ്, പുസ്തകം തുറക്കുവാൻ ആർക്കും യോഗ്യത ഇല്ല എന്ന് കണ്ടപ്പോൾ യോഹന്നാൻ കരഞ്ഞു. അവിടെ ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെയാണ്, കരയേണ്ട, മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം തുറക്കുവാൻ കഴിവുള്ള ഒരുവൻ, യഹൂദയുടെ ബാലസിംഹം, ഹല്ലേലൂയ, യേശു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കരയുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരുവൻ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
തിരിച്ചു വരട്ടെ. മോശ ജനിച്ചു 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ പരിധി വിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ലോകത്തിന്റെ സംഭവം അതാണ്. നാം ഏത് മനുഷ്യരെ ആശ്രയിച്ചു നിന്നാലും, ഏത് തണല് നമുക്കുണ്ടെങ്കിലും, എത്ര ഷെൽട്ടർ ആയിരുന്നാലും ഒരു പരിധി കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മളെ പുറത്തു വിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദരി ഒരു ഞാങ്ങണപ്പെട്ടകത്തിലെ പൈതലിനെ ആക്കി ഹല്ലേലൂയ എന്ത് ചെയ്തു? ഹല്ലേലൂയ പുഴയുടെ അല്ലെങ്കിൽ നദിയുടെ അരികെ കൊണ്ടുവച്ചു. അവിടെ ഞാങ്ങണയുണ്ടായിരുന്നു, വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ലോകം നമ്മളെ കടത്തിവിടുന്നത് വിഷമകരമായ അനുഭവത്തിലാണ്, വിഷമുള്ള അനുഭവത്തിലാണ്, ഭീതിയുള്ള അനുഭവത്തിലാണ്. അഭിഷേകമുള്ളവനെ പുറത്തു കൊണ്ടുവരുക. ഞാങ്ങണയുടെ നടുവില്, ഹല്ലേലൂയ വിഷപ്പാമ്പുകളുടെ നടുവില് അധികാരമുള്ളവൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുകയാണ്, മോശ സ്വന്തം സഹോദരനാണ്, സഹോദരന് എന്ത് ഭവിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥനയും ആരാധനയൊക്കെ 3-4 മീറ്റിങ്ങുകൾ ആഴ്ചയിൽ കൂടിയവരാണ്, പ്രസംഗിച്ചവരാണ്, ദൈവവചനം ധ്യാനിച്ചവരാണ്. അനേക ഗായകന്മാരോടുകൂടെ നമ്മുടെ സഭകളിൽ ദൈവത്തെ ആരാധിച്ചവരാണ്. അവിടെയൊന്നും പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരു പുറമേയുള്ള മനുഷ്യ സമൂഹമുണ്ട്. അവർ വീക്ഷിക്കുന്നു, യേശുവിനെ ഉയർത്തിയവർക്ക് എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ, അഭിഷേകമുള്ളവനെ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ എന്ത് സംഭവിക്കുമെന്ന് കാക്കുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ ഈ ലോകത്ത് കർത്താവ് നമ്മളെ കാക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ല നിലവാരമുള്ള ഉപകരണങ്ങൾ വെച്ച് നിർമ്മിച്ച ടൈറ്റാനിക് അവർ പറഞ്ഞു, ഈ ലോകത്തിലെ ഏത് കഷ്ടത്തിലും ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ കപ്പലിലുണ്ട്. എന്നാൽ 1ാമത്തെ യാത്ര തീരും മുമ്പേ അത് തകിടം മറിയുവാൻ, തകർന്നു പോകുവാനിടയാ. നമുക്കറിയാം, ദുഃഖകരമായ അനുഭവത്തിൽ കഴിഞ്ഞയാഴ്ച കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പലരും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ. എന്നാൽ അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നു, ആ പൈലറ്റിനെ സംബന്ധിച്ച് സർക്കാർ പറഞ്ഞ പല പ്രാവശ്യം തന്റെ ജോലിയിൽ ഈ ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും നല്ല പ്രശംസാപത്രം, അവാർഡ് മേടിച്ച പൈലറ്റിന്റെ കയ്യിൽ നിന്നും ഒരു ദിവസം ആ ലക്ഷ്യത്തിൽ നിന്നും ആ വാഹനം വഴുതി പോകുവാനിടയായിത്തീർന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിലും രോഗമുള്ള നമ്മെ, പ്രതികൂലമുള്ള നമ്മെ, തകർച്ചയുള്ള നമ്മെ നിലം പരിചാകാതെ നടത്തിയ കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളോട് വീണ്ടും പറയുകയാണ്, മോശ അവിടെ എങ്ങനെ വളരണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈ ഞാങ്ങണ അല്ലെങ്കിൽ വിഷപ്പാമ്പുകളുടെ താവളം ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കാം ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ദൈവം വെച്ചിരിക്കുന്നെന്ന് പലപ്പോഴും നമ്മൾ മനം കലങ്ങി ചിന്തിക്കും. നമ്മൾ ഓർക്കും, ദൈവപൈതലേ, എന്റെ കുടുംബത്തിൽ മാത്രമാണ് പ്രശ്നം. എന്റെ കൂടെ കർത്താവിന് വേണ്ടി ഇറങ്ങിയവരെ ഇങ്ങനെ മാനിച്ചു, അങ്ങനെ മാനിച്ചു, അവരുടെ തലമുറകൾ അവിടെ വരെ എത്തി, എനിക്കൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാത്രി ഒഴുക്കുള്ള വെള്ളത്തില് ഞാങ്ങണയുടെ നടുവില നിന്റെ വാസമെന്ന് നീ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുവരെ നീ സമർപ്പണത്തോടെ ഇരുന്നാൽ അതിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം മോശയെ ദൈവം ഇസ്രായേലിന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നു. അവർ മിസ്രൈമിലെ അടിമത്ത അനുഭവം വിട്ട് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നു, പല പ്രാവശ്യം ദൈവദാസന്മാരിലൂടെ നല്ല ആലോചന കേട്ട ഭാഗത്തിൽ നിന്നുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കയ്യിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ചെറിയ പാത്രത്തിൽ പുളിക്കാത്ത മാവുണ്ടായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നു, വെള്ളി ആഭരണം ഉണ്ടായിരുന്നു, പൊന്നാഭരണം ഉണ്ടായിരുന്നു. ഈ ജനക്കൂട്ടം മുമ്പോട്ട് പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവർ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ 430 വർഷം
അവരെ മൃഗീയമായി ഭരിച്ച, അവരെ വേദനപ്പെടുത്തിയ, അവരെ കഷ്ടപ്പെടുത്തിയ, അവരുടെ ജീവിതത്തിലെ സകല സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയ ഫറവോനും കൂട്ടരും സൈന്യവുമായി അവരെ മടക്കി കൊണ്ടുപോകാൻ പുറകിൽ വരുന്നുണ്ടെന്നുള്ള യഥാർത്ഥ വിവരം മനസ്സിലായപ്പോൾ അവരുടെ ഹൃദയത്തിൽ ചഞ്ചലിപ്പ് വരുവാനിടയായിത്തീർന്നു. ജനം പല കാര്യങ്ങൾ പറയുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവേദനയിലെ ഞാൻ അല്പം കൂടി ലളിതമായി പറയട്ടെ. അടിമ വീട്ടിൽ നമ്മൾ ആയിരുന്നപ്പോൾ പഴയകാല അനുഭവങ്ങളിൽ നമ്മൾ ഇല്ലായ്മക്കാരായിരുന്നു. നമുക്ക് പലതും കുറവുള്ളവരായിരുന്നു. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അത് ദൈവത്തിന്റെ വിളിയാലുള്ള അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നല്ലാതെ മിസ്രൈമിലെ യജമാനത്തികളോട് ഇസ്രായേൽ മക്കൾ ചോദിച്ചു. എന്നാൽ ആ പകൽ വരെ തലേന്ന് വരെയുള്ള അവരുടെ ഇടപാടനുസരിച്ച് ഒരു ഡ്രസ് പോലും, ഒരു സ്വർണ്ണാഭരണം പോലും, ഒരു വെള്ളിയാഭരണം പോലും കിട്ടുവാൻ സാധ്യമായതല്ല. എന്നാൽ യഹോവ പ്രവർത്തിച്ചപ്പോൾ അവരുടെ ഉള്ള ഇവരോട് മനസ്സലിവ് കാണിപ്പാനിടയായിത്തീർന്നു. എന്നെ ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്, ചിലരുടെ ഉള്ളത്തിൽ ഇടപെടുവാൻ കൊറോണ നിനക്കൊരു തടങ്കൽ പാറയല്ല. ചിലരുടെ വഴി നിനക്ക് വേണ്ടി ഒരുക്കി തരുവാൻ, ചില നന്മകള് ദൈവം കൽപ്പിച്ചാക്കി തരുവാൻ ഈ പ്രതിസന്ധി ആരാധിക്കുന്ന ദൈവം ഇതിന് ഒരു തടസ്സമല്ല എന്ന് ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു ഇങ്ങനെ, എബ്രായരുടെ ദൈവമായ നമ്മുടെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിതാക്കന്മാരോട് പറഞ്ഞ ആ പ്രത്യേക ദിവസത്തിൽ നമ്മളെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകാമെന്ന് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ഇവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഇവരെ ബന്ധപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. വഴിയിൽ വെച്ച് ജനം പല ചിന്താഗതികളിലാകുവാനിടയായിത്തീർന്നു. ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങളെ ഇവിടെ വലച്ചു കളഞ്ഞതെന്ത്? ഞങ്ങളുടെ ജോലി പോയില്ലേ? ഞങ്ങൾ ഇനിയും തിരിച്ചു പോകേണ്ടി വരത്തില്ലേ? ഞങ്ങൾക്ക് ഇവിടെ വന്നതുകൊണ്ട് ശവക്കുഴി മാന്യമായതുണ്ടോ? ഞങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളുണ്ടോ? നാളെ കുറിച്ചുള്ള ഞങ്ങളുടെ പൈതങ്ങളുടെ വഴികളും ഞങ്ങളുടെ വഴികളും മോശേ നീ മുഖാന്തരം അടഞ്ഞു പോയില്ലേ? മോശ നിലവിളിച്ചു. ഇന്ന് രാത്രി ദൈവവൈതലെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവില് പരസ്പരം പഴിചാരലല്ല ദൈവവൈതലെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ പരസ്പരം ഏറ്റുപറഞ്ഞ് മുഴങ്കാൽ മടക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മോശ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ ശരിയും തെറ്റുമല്ല. പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ന്യായവും ന്യായക്കേടുമല്ല തെരഞ്ഞെടുക്കേണ്ടത്, ശരിയും തെറ്റുമല്ല തെരഞ്ഞെടുക്കേണ്ടത്. വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കാൻ മനസ്സുകൊണ്ട് ഒരുക്കപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മോശ നിലത്ത് കവിണ്ണു വീണു കരഞ്ഞു, ദൈവത്തോട് അപേക്ഷിച്ചു. യഹോവ മോശയോട് ചോദിക്കുന്നു, മോശേ നീ വീണുകിടന്ന് കരയുന്നത് എന്തിന്? ഇസ്രായേൽ മക്കളോട് പറക, മുമ്പോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി പലതും വരട്ടെ. നമുക്കറിയാം, കേരളക്കരയിലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവിടുന്ന അനേക കുടുംബങ്ങളുടെ തലമുറകളുടെ വിസായൊക്കെ ശരിയാക്കി വന്ന സമയം ഇന്നത്തെക്കാൾ പൊസിഷനായ, നല്ല പ്രോഗ്രസീവായ, നല്ല ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടുവാനുള്ള എല്ലാ അവസരങ്ങളും പല രാജ്യങ്ങളിലും ഒത്തുവന്നപ്പോഴാണ് ഈ കൊറോണ ഭീതി വന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില മാതാപിതാക്കള് അവരുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ടാകും, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിവാഹം ഒത്തുവന്ന സമയത്തിലാണ് ഈ സാമ്പത്തിക ക്രൈസിസ് വന്നത്. ഞാൻ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം മുമ്പോട്ട് വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക ദൈവമക്കൾ പറഞ്ഞു, ഞാൻ ബിസിനസിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ അനേക ലോണുകൾ സംബന്ധിച്ച് കാര്യങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ വല്ലാത്ത ട്രാപ്പിലായിപ്പോയി, കാരണം കൊറോണ. എന്നാൽ അതിന്റെ നടുവിലും ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസർ മരിച്ചു 4-ാം ദിവസം മാറ്റം വെച്ചിരിക്കും. സാധ്യമായ ഒരു പോസിറ്റീവ് കേസുകൾ അവിടെ ഇല്ല. കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവിടെ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കിട്ടിയ ദൈവത്തിന്റെ നിയോഗം, എനിക്ക് കിട്ടിയ ദൈവത്തിന്റെ ആലോചന പുറകോട്ട് പോകാനല്ല, മുമ്പോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയില്ല, പ്രാർത്ഥനയില്ല. പാസ്റ്റർമാര് എല്ലാ ആഴ്ചയും അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊന്നോ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യമായ സാഹചര്യങ്ങളില്ല. കോട്ടേജ് മീറ്റിംഗ് ലഭ്യമല്ല. എങ്കിലും എന്റെ ദൈവത്തോടൊരു കൂട്ടായ്മ നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തിയ ഈ 2020 തുടങ്ങുന്ന ആ ദിവസം വരെ ഈ കൊറോണ വൈറസിന്റെ ഭീതി ഈ ലോകത്തിൽ വന്ന് വീഴുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് തന്നെയായിരുന്നു. അവന്റെ സ്വഭാവത്തിന് 1% പോലും കോട്ടം തെറ്റിയിട്ടില്ല എന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നാം മുമ്പോട്ട് പോകണം. കാരണം നമ്മുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ദൈവത്തെ ആരാധിക്കണമെന്നൊരു വിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഞാൻ അല്പം കൂടി ലളിതമായി പറയുന്നു. വാഗ്ദത്ത ദേശത്ത് പോയി അളവ് നൂലിട്ട് ദേശം വിഭാഗിച്ച് അവിടെ നല്ല അനുഭവങ്ങൾ പ്രാപിച്ച് നല്ല ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങുവാനല്ല, അതോടൊപ്പം അതിൽ ഒരു സ്റ്റെപ്പ് കൂടി ദൈവിക കാര്യങ്ങൾ ഇടപെടുവാനൊരു വാഗ്ദത്തവും വിളിയും അഭിഷേകവും പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിന്റെ ജീവിതത്തിലുണ്ട്. ഒരു വിളി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് കർത്താവിന്റെ വചനം ഇന്ന് രാത്രി നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അവിടെ മോശയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പോകണം, ആരാധനയിൽ മുമ്പോട്ട് പോകണം, പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകണം, ദൈവത്തിന്റെ ധ്യാനത്തിങ്കൽ മുമ്പോട്ട് പോകണം, ദൈവത്തിന്റെ സ്വീകാര്യമായ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തില് ദൈവവേദനയെ ഞാനും നിങ്ങളും മുമ്പോട്ട് പോകണമെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്ന് രാത്രി മോശയോട് പറഞ്ഞു, നീ സമുദ്രത്തിന് എതിരെ കൈ നീട്ടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതിസന്ധിയുടെ മേൽ ബലഹീനരായി നമ്മുടെ കരം വെച്ച് ദിനംതോറും പ്രാർത്ഥിക്കുമ്പോൾ, അല്ല ഹല്ലേലൂയ, നമ്മുടെ വിഷമങ്ങള് എല്ലാ ദിവസവും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്ന് രാത്രി ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കടലിലെ വെള്ളത്തെ പിൻവാങ്ങുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ മുക്കിക്കളയുന്ന തിരമാല, ഹല്ലേലൂയ, 20 ലക്ഷം പുരുഷാരം, അവർ ആടുമാടുകള്, ഇവർക്കെല്ലാം സുഗമമായ ഒരു നടത്തിപ്പ് കിട്ടുവാൻ യോഗ്യമായ വഴിയുടെ അളവ് കൃത്യത നമുക്ക് കണക്ക് കൂട്ടുവാൻ പറ്റുന്നതല്ല. എന്നാൽ അറിവുള്ള ഒരുവന്റെ കരം നീട്ടിയപ്പോൾ, ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ സമുദ്രം പിന്മാറിച്ചു. ദൈവത്തിന്റെ കൽപ്പന അവിടെ ഹല്ലേലൂയ വെളിപ്പെടുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചില വഴികളെ തുറക്കുക. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവ കരം നീട്ടുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ചില ഓളങ്ങള്, തിരമാലകള്, ജീവിതത്തിന്റെ വേലിയേറ്റങ്ങള്, നിന്റെ നന്മയെ മുക്കിക്കളയുന്ന, നിന്റെ വഴികളെ മടക്കിക്കളയുന്ന, നിന്റെ ജീവിതത്തിലെ വേദനകളും പ്രശ്നങ്ങളും കൊണ്ടിടുന്ന സമുദ്രത്തിന്റെ ഇരമ്പല് മാറ്റുക. ഇന്ന് രാത്രി നമ്മുടെ സർവശക്തനായ ദൈവ കരം നീട്ടുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി സമുദ്രത്തിന്റെ നടുവിലും വഴി തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ പിൻപറ്റുന്ന ദൈവവേദലേ, നിന്റെ കരച്ചിലിന് മറുപടി തരുക. ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഹാലിൽ ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തിൽ ഈ വചനം കൈക്കൊള്ളുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ദൈവം ഇന്ന് രാത്രി ദൂത് പറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കടലിന്റെ നടുവിലും വഴി തുറക്കുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ വഴി തുറക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പഠിച്ചാൽ, മോശയുടെ ബന്ധത്തിൽ അവർ മുമ്പോട്ട് പോയ വേളയിലെല്ലാം, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയിലും ഹല്ലേലൂയ ദൈവരെ ചേർത്ത് നിർത്തി. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കണമോ? ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുത്തോട്ട് അടുത്ത് ചെല്ലണം. പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. 1-ാം നൂറ്റാണ്ടിലെ സഭ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് കടന്നുപോയത്. അനേക വിശുദ്ധന്മാർ, അനേക സഹോദരന്മാർ, അനേക സഹോദരിമാർ, അനേക പിതാക്കന്മാർ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഒരാരാധന വന്നു, അടുത്ത ആരാധന വരുമ്പോൾ അവർ രക്തസാക്ഷിയുടെ അനുഭവത്തിലേക്ക് ഈ ലോകം വിട്ട് കടന്നുപോയി യേശുവിന്റെ നാമത്തെ ഉയർത്തി. വേദനകളും പങ്കപ്പാടുകളും കഷ്ടങ്ങളും നിറഞ്ഞ
1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അവർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇന്ന് ഭാരപ്പെടുത്തുന്ന ഈ മഹാമാരി ദൈവത്താൽ വേഗത്തിൽ ഒരു സൗഖ്യം വരേണ്ടതിന് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും അവിടെ ഇടങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, അത് നമുക്കറിയാം. എന്നാൽ വേഗത്തിൽ അതിനൊരു പ്രതിക്രിയ ദൈവത്താൽ ഒരുക്കി വരേണ്ടതിന് തുടർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. ജീവിതത്തിന്റെ വൈഷമ്യമുള്ള കാലഘട്ടത്തിൽ മടങ്ങി വരട്ടെ. മർക്കോസ് സുവിശേഷത്തിൽ അവിടെ വായിക്കുകയാണ്, സഹോദരിമാര് ചോദിച്ചു, ഇത് ഞങ്ങളെ കൊണ്ട് നീക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണ ലോകത്ത് വിഴുങ്ങി വലിയ ശക്തമായി വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, നമ്മുടെ മക്കളുടെ ബന്ധത്തിലുണ്ടാകാം, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ സാമ്പത്തിക അനുഭവത്തിനും ഉണ്ടാകാം. നമ്മളെ കൊണ്ട് മാറ്റുവാൻ സാധ്യമല്ല. ഇതിനു വേണ്ടി ഒരുവൻ ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ ആരംഭവാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലിന്റെ മേലിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സമൂഹം വെച്ചിരിക്കുന്ന, അധികാരികൾ വെച്ചിരിക്കുന്ന ലീഗലായുള്ള ചില നിയമവശങ്ങൾക്ക് നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ സാധ്യമല്ല. അതിന്റെ മുകളിൽ കയറുന്ന, അതിനെ നിർവീര്യമാക്കി കളയുന്ന, അതിനെ നിശേഷം മാറ്റുവാൻ കഴിയുന്ന, അതിന് പൂർണ്ണമായി ഉത്തരം തരുവാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെയാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നതെന്ന് കർത്താവിന്റെ വചനം ഇന്ന് രാത്രി നമ്മെ ഓർമ്മപ്പെടുത്തുകയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ ചോദിക്കുന്നു, ചോദ്യം ഇതാണ്, ആർ നമുക്ക് വേണ്ടി ഈ കല്ല് മാറ്റും? ഇന്ന് രാത്രി ഭാരപ്പെടുന്ന വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് വേദനപ്പെടുന്ന അനേക ട്രാക്കുകളിൽ നിങ്ങളുടെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നയീനിലെ വിധവ ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മരിച്ചു. ശവമടക്കത്തിന് വേണ്ടി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് യേശു കണ്ടത്. നമുക്കറിയാം, ആ സന്ദർഭത്തിൽ ഒരു മാതാവിന്റെ ഹൃദയത്തിന്റെ വിങ്ങല്, പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിക്കാനോ പരിഷ്കൃതമായ നിലവാരത്തിൽ സംസാരിക്കാനോ യഥാർത്ഥമായ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനോ ഒന്നും പറ്റാത്ത ഒരു ഹൃദയത്തിൽ നുറുങ്ങിയ ഒരു മാതാവിന്റെ ഉള്ളിലെ വേദന മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വന്നേച്ചു പറഞ്ഞു, നീ കരയണ്ട. ഇന്ന് രാത്രി മക്കളുടെ ബന്ധത്തിലെ നാളെയെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ച് ഓർത്ത് മനം തകർന്ന് കലങ്ങി വിഷമിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കളോട് ദൈവം പറയുകയാണ്, നിന്റെ മക്കളുടെ ജീവിതയാത്രയിൽ മനം കലങ്ങുന്ന വിഷയത്തിൽ തമ്പുരാൻ ഇന്ന് രാത്രി ഇടപെടും. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴി തുറക്കുന്ന ഒരു മഹാദൈവത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. അതൊരിക്കലും നഷ്ടമായി തീരത്തില്ലെന്ന് കർത്താവിന്റെ വചനം ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എക്കാലത്തും ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യൻ എക്കാലത്തും ദൈവത്തോട് കൂട്ടായ്മ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉള്ളിലെ എന്നേക്കുമുള്ള ആഗ്രഹം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, കർത്താവിന്റെ വചനം നമ്മെ പറയുകയാണ്, എത്ര വലിയ കല്ലുപോലുള്ള വിഷയമാകട്ടെ, എത്ര അടഞ്ഞ വഴികളാകട്ടെ, അല്ലെ, ചെങ്കടല് ഇത്രയും ജനത്തിന് ഒരേ സമയത്ത് കടന്നു പോകണമെങ്കിൽ അത് വറ്റിച്ചു കളയുവാൻ ലോകത്തിലെ ഒരു മോട്ടോർ പ്രവർത്തിച്ചാലും പറ്റത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ആ ഭാഗം എന്റെ ഹൃദയത്തിൽ, ആത്മാവിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഇത് വീക്ഷിക്കുന്ന ആർക്കോ വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഞാനത് പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് ജനത്തിനു വേണ്ടി ഇന്ന് രാത്രി സമുദ്രത്തെ ഉണങ്ങുവാൻ, വഴി തുറക്കുവാൻ സർവശക്തന്റെ കരം വ്യാപരിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ചില നാളുകളായി, ചില വർഷങ്ങളായി കാത്തിരുന്ന ചില മറുപടികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചില ഉള്ളങ്ങളെ തുറക്കുന്ന ഒരു ദൈവം, വഴി തുറക്കുന്ന ഒരു ദൈവം. യോസേഫ് അഭിഷിക്തനായിരുന്നു. യോസഫിന്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു, വാഗ്ദത്തമുണ്ടായിരുന്നു. ദൈവം നടത്തിയ വഴി അനുസരിച്ചും ദൈവം കൊടുത്ത നിയോഗപ്രകാരവും ഇപ്പോൾ യോസേഫ് തടവറയിലാണ് കിടക്കുന്നത്. യോസഫിന്റെ സത്യം തിരിച്ചറിയാൻ അവിടെ ആരുമില്ല.
യോസേഫിന് അവിടെ രാവിലെ പോയി പ്രബോധിപ്പിക്കാനോ അല്ലെങ്കിൽ രാവിലെ ഒരു മെമ്മോ എഴുതി കൊടുക്കാനോ, ഞാൻ ദർശനം കണ്ട ഒരു ദൈവപൈതല ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നെന്നും പറഞ്ഞാലൊന്നും അവിടുത്തെ ഫറവോൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. കുറ്റവാളി എന്നുള്ള പേരും മാറത്തില്ല. ആരും ആ ദേശത്ത് ആരെ അറിയത്തില്ല, യോസേഫിനെ അറിയത്തില്ല. എന്റെ ചിന്തയെ പറഞ്ഞാൽ കർത്താവ് വിശ്വസ്തനാണ്. ആരെ ഉണർത്തിയാൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താന്ന് തമ്പുരാൻ അറിയാം. അവന്റെ പേരത്രേ സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. നമ്മൾ ചിന്തിച്ചു, നമ്മൾ എത്രയോ പ്രാവശ്യം വചനം വായിച്ചു. ഒരു കൃഷിക്കാരന് ആ ദർശനം കൊടുത്ത് കൃഷിക്കാരൻ വന്ന് പറയുക, യോസേഫിനെ കുറിച്ച് ഞാൻ ഇനിയൊക്കെ ദർശനം കണ്ട് അവനെ കുറ്റവിമുക്തമാക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ അത് സാധ്യമായ കാര്യമല്ല. ഫറവോൻ കിടന്നുറങ്ങി, സ്വപ്നങ്ങൾ 2 കൊടുത്തു. വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികളും ശകുനവാദികളും ലോകത്തുള്ള ആ ദേശത്തുള്ള എല്ലാ കണക്ക് കൂട്ടുന്ന കാര്യമറിയാവുന്ന എല്ലാവരും അവിടെ വന്ന് നോക്കിയിട്ടിലും പ്രശ്നം പരിഹരിച്ചില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ചിലരെങ്കിലും ചോദിക്കും, പാസ്റ്റർക്ക് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഞങ്ങൾക്കറിയാം, എങ്ങനെ ഈ വഴി തുറക്കുന്നത്? ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഫറവോന് ഉറക്കം വന്നില്ല. എന്താ? ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ? ജീവിത സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ? തന്റെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും നിറവേറാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? അധികാരമില്ലാഞ്ഞിട്ടാണോ? സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ സർവശക്തന്റെ കൂട്ടായ്മ വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫറവോന് സമാധാനമില്ല, ഉത്തരം കിട്ടാൻ സമാധാനമില്ല. അല്ലേ? നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഈ പ്രശ്നത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരാ ഉള്ളത്? രാജ്യത്തെ എല്ലാ അന്നുണ്ടായിരുന്ന, എന്റെ ചിന്തയെ പറയുന്നു, അന്നുണ്ടായിരുന്ന എല്ലാ വാർത്താ മാധ്യമങ്ങളും ഉപയോഗിച്ച് നോക്കി, ഒന്നും ശാശ്വതമായത്, നല്ലത്, ശുഭകരമായത് കിട്ടിയില്ല. അപ്പോൾ പാനപാത്രവാഹം പറയുകയാണ്, ഞാനൊരു തെറ്റ് ചെയ്തു. സ്തോത്രം. ഇന്ന് രാത്രി പോയ നാളിൽ നിന്റെ നന്മ പ്രാപിച്ചവര്, നിന്നെ ഓർക്കേണ്ടവര്, ഹല്ലേലൂയ, മറന്നുപോയ ദിനങ്ങളുണ്ടാകാം. ചിലർ പറയും, അവരൊക്കെ വിചാരിച്ചായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും എത്തിയേനെ. എന്നാൽ തമ്പുരാൻ വിചാരിച്ചാൽ അതിനപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ അടുത്ത് അങ്ങനെ ആ കാര്യം, യോസേഫിനെ കുറിച്ചുള്ള കാര്യം പ്രസന്റ് ചെയ്തു. സ്തോത്രം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫറവോൻ ആളയച്ച് യോസേഫിനെ വരുത്തി. അന്ന് രാവിലെ വിവരമൊക്കെ അറിഞ്ഞ് ആരാണ്ടൊക്കെ ഫറവോന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യോസേഫ് വന്നാൽ കാര്യം തീർക്കുമെന്ന് പറഞ്ഞ് യോസേഫിന് കിട്ടിയ ഒരു അറിവ് പ്രകാരം ഓടിച്ചെന്നായിരുന്നതിൽ അത്ര സ്വീകാര്യമായ ഒരു വരവല്ല. ഫറവോൻ ആളയച്ച് വരുത്തിയപ്പോൾ അത് നല്ല ഒരു തുടക്കമായി. ഇന്ന് രാത്രി ഈ കൊറോണയുടെ ഭീതിയുള്ള ഈ കാലഘട്ടങ്ങളിൽ നിന്നെ മറന്നുപോയവരെ ചിലരെ ഉണർത്തുവാൻ സർവശക്തൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ മുമ്പിൽ കാര്യം അവതരിപ്പിച്ചു. ഫറവോന്റെ മുമ്പിൽ യോസഫ് കാര്യം പറഞ്ഞു, ഞാനല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ ഇതിനെ തക്കതായ ഒരു മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു, അവനെ കുളിപ്പിച്ചു, ക്ഷൗര്യം ചെയ്തു, പുതിയ വസ്ത്രം ഉടുപ്പിച്ചു, രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അഥവാ ഫറവോന്റെ മുമ്പിൽ നിർത്തി. ദൈവം അവനോട് കൂടെ ഇരുന്നു, കാര്യം സാധിപ്പിച്ചു കൊടുത്തു. വഴി തുറക്കുന്ന ഒരു ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില വഴി കർത്താവിന്റെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഇന്ന് രാത്രി യോസഫിനെ പോലെ ചില നാളുകളായി സത്യം ഉള്ളിൽ കൊണ്ട് നടക്കി എവിടെ ചെന്ന് പറയും? ആര് നമ്മുടെ സത്യം കേൾക്കും? ഏത് കൂട്ടായ്മ ഇത് ഷെയർ ചെയ്യും? ഏത് മാതാപിതാക്കൾ എന്റെ സത്യം കണ്ടെത്തും? ഏത് പിതാക്കന്മാർ എന്റെ സത്യം അന്വേഷിക്കും? യോസേഫേ, നീ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് ദൈവത്തിനറിയാം. നിന്നെ ഉയർത്താൻ ഒരു വഴി തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. പ്രവാചകൻ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവവേദലേ അത് സമാപ്തിയിലേക്ക് വരും. യോസേഫ് ഹാലേലൂയ ഉടമയായ അനുഭവം, ഉടമയായ അനുഭവം ഒരു രാത്രി കൊണ്ട് നടന്നതല്ല. നിനക്ക് വേണ്ടി സാഹചര്യത്തിന്റെ കാറ്റ്, സമ്മർദ്ദങ്ങൾ തമ്പുരാൻ അയക്കുമ്പോൾ അതിലൂടെ സ്തോത്രം പറഞ്ഞു പോകുന്ന ദൈവവേദലേ, ഉന്നത ശ്രേണിയിൽ ദൈവം നിന്നെ നിർത്തുമ്പോൾ സന്തോഷത്തോടെ നിന്നെ നിർത്തുന്ന ഒരു ദൈവത്തെ അന്ന് നിനക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ലോ, പ്രൈസ് ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വേദഭാഗത്ത് നിന്ന് വേഗത്തിൽ വിരമിക്കട്ടെ. നമ്മെ മറന്നുപോയ ചിലര് ഈ ദിവസങ്ങൾ നമ്മെ ഓർക്കുവാനിടയായിത്തീരും. ചില വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. നമുക്ക് വരേണ്ടുന്ന മാന്യത, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങള്, നമുക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങള്, നമുക്ക് ലഭ്യമായി വരേണ്ട പോസിറ്റീവായ അനേക അനുഭവങ്ങള് നമ്മുടെ കാര്യത്തിൽ തരുവാൻ ദൈവം വിശ്വസന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവവചനത്തിൽ വിരമിക്കട്ടെ. ഈ പുസ്തകം തുറക്കാൻ, ഇതിന്റെ മുദ്ര അഴിപ്പാൻ, പൊട്ടിപ്പാൻ, ഇത് വായിച്ചു നോക്കുവാൻ ഹല്ലേലൂയ യോഗ്യനായ ഒരുവൻ. കരയുന്ന ദൈവവൈതലേ, നിന്റെ കരച്ചിന്റെ വ്യാപ്തി അറിഞ്ഞ് ഉടയവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാന്തമായി ദൈവവചനം ശ്രദ്ധിപ്പാൻ ഈ സമയം വരെയും കർത്താവ് നമുക്ക് തന്ന ഭാഗ്യകരമായ നല്ല അനുഭവങ്ങളെ നമുക്ക് ഓർക്കാം. നാളെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന എന്നെ നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. നാളെ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ നാളെ കുറിച്ച് ഉറപ്പുള്ള ഒരുവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വചനത്തിലൂടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് വചനത്തിലൂടെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ഈ രാത്രിക്കായി സ്തോത്രം. പോയ നാളത്തേക്കാൾ ലോകം കൊടുത്ത നല്ല ആലോചന മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വയം ശോധന ചെയ്ത് കർത്താവിന് മുമ്പാകെ സ്തോത്രം ചെയ്യുക, കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോകുക. ഞങ്ങൾ കർത്താവെ പരിഹരിക്കാൻ പറ്റാത്ത, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത, ഞങ്ങളുടെ രാഷ്ട്രങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങളുടെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുന്നത്. എന്നാൽ എല്ലാത്തിനും പരിഹാരകനായി സർവശക്തനായി അങ്ങുള്ളതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വേദനപ്പെട്ട വിഷയത്തിൽ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് രാത്രി ദൈവം ഒരുക്കുന്ന ചില മുഖാന്തരങ്ങൾക്കായി, നന്മയുടെ വഴികൾക്കായി, ചില വഴികൾക്കായി, നന്മകൾക്കായി, മാന്യതകൾക്കായി, ശുഭകരമായ ഭാവിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തെ ഒരുക്കിയതിനായി ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങൾക്ക് അങ്ങയുടെ വായിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവ് നൽകി തന്ന ദൂതുകളെ കേൾക്കുവാൻ ജീവിതത്തിൽ അവസരം ഒരുക്കിയതിനാൽ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും കുറച്ച് ഗാനങ്ങൾ കൂടി ചേർന്ന് പാടിയതിനു ശേഷം ഇന്നത്തെ ഈ മീറ്റിംഗ് ഞങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിന് നേരത്തെ കമന്റ് വന്നു, 1-2 ഗാനങ്ങളുണ്ട്. ആന്റണി വി കെ, വണ്ടർഫുൾ മെസ്സേജ്. താങ്ക് യു സോ മച്ച്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല എന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ചേർന്ന് പാടാം. ഗാനം ഇവിടെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ ജോളിയാണ്. ഞങ്ങൾക്ക് ആ പാട്ട് പാടാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ മഹത്വത്തിനായി ആ ഗാനം ഞങ്ങൾ ഇവിടെ ചേർന്ന് പാടുന്നു.
ആനന്ദമേ ജീവിതം നീതി തെല്ലുമില്ല ജീവിതം ആയത്രയാനന്ദമേ ജീവിതം നീതി തെല്ലുമില്ല ജീവിതം കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും വാഴുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. വാഴുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രുവെന്റെ സമുദ്രവച്ച സ്വർഗകവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗകവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. ആയത്രയാനന്ദമേ ജീവിതം നീതി തെല്ലുമില്ല ജീവിതം ആയത്രയാനന്ദമേ ജീവിതം നീതി തെല്ലുമില്ല ജീവിതം കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും വാഴുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. വാഴുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കമന്റിലൂടെ എഴുതിയ പ്രിയ അലക്സാണ്ടർ ജോളിയ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാം സിംഗേഴ്സ് എന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തു നല്ലൊരു സഖി യേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിക്കുന്നുണ്ടോ? എല്ലാം ചെന്ന് യേശുവോട് ചൊല്ലുക. നിങ്ങൾക്ക് വേണ്ടി സ്വാന്തനത്തെയും സമാധാനത്തെയും ആശ്വാസത്തെയും പകരുന്ന ഒരു യേശു, ആ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും ദുഃഖങ്ങളെയും ഹല്ലേലൂയ അറിയിക്കുന്ന പക്ഷം കർത്താവ് നമ്മുടെ വേദനകളെ അറിഞ്ഞ്, നമ്മുടെ പ്രശ്നങ്ങളെ അറിഞ്ഞ്, നമ്മുടെ വിഷയങ്ങളെ അറിഞ്ഞ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. എന്ത് നല്ലൊരു സഖി യേശു പാപദുഃഖം വഹിക്കും.
വഹിക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തു നല്ലോർ സഖീഷു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചൊല്ലിടായ്ക നിമിത്തം. എല്ലാം യേശുവോടു ചൊല്ലിടായ്ക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ വിവിധ ദുഃഖങ്ങളും ധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടെല്ലാം. കഷ്ടം ശോധനകളുണ്ടോ വിവിധ ദുഃഖങ്ങളും ധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. Praise the Lord. അതെ, നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും നമ്മുടെ ക്ഷീണത്തെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന ആ കർത്താവിനോട് നമുക്ക് പോയി ചൊല്ലാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഗാനവും കൂടെ പാടിയതിനു ശേഷം ഞങ്ങൾ ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം ഇങ്ങനെ പറയുന്നു: നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീ അല്ലാതെ ഇല്ല ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും വഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, ആ പിതാവിന്റെ ചിറയിൻ നിഴലിലാണ് നമ്മൾ ഓരോ ദിവസവുമായിരിക്കുന്നത്. അങ്ങല്ല, ആ പിതാവല്ലാതെ നമ്മൾക്ക് ആഗ്രഹിപ്പാനും ആശ്രയിപ്പാനും ഈ ഭൂമിയിൽ ആരുമില്ല. സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി നിൽക്കുന്ന ഒരു ഭക്തന് പാടുവാൻ സാധിക്കും: കർത്താവേ, നീ അല്ലാതെ ഇല്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരും. നമുക്ക് ചേർന്ന് പാടാം, കർത്താവിനെ പാടി സ്തുതിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി, കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരേകിയ
സമർപ്പിച്ചുയരേകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ. ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. ശത്രുവീനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന, ശത്രുവീനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ.